Okay, the diploma course in the diploma engineering course in the physics 2 physics 2 module 1 module 1 കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. In this video we are discussing about the relation between linear motion and rotary motion. This is included in the first module of the physics 2. Okay, let us start. First of all, what is rotary motion? If all particles of a rigid body moves in a concentric circular path about a fixed point or an axis, that body is in rotary motion. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ റിജിഡ് ബോഡിയും ഈസ് ഇൻ റോട്ടറി മോഷൻ. അതിൻ്റെ ഓരോ പാർട്ടിക്കിളും ഈച്ച് ആൻഡ് എവരി പാർട്ടിക്കിൾ ഫോളോസ് എ സർക്കുലർ പാത്ത്. അങ്ങനെ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന മോഷനെയാണ് റോട്ടറി മോഷൻ. ദെയർ ആർ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഇൻ യൂണിവേഴ്സ്. നമുക്ക് എത്രയോ എക്സാമ്പിൾസ് എന്ന് കാണാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. Then the first term is angular velocity. We have studied about the simple velocity. That means that is linear velocity. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത് velocity, that is linear velocity. Here we are discussing about the rotation. So angular velocity has to be taken into account. The angle turned by the body in 1 second is called angular velocity. ഒരു സെക്കൻഡിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ ഒരു പാർട്ടിക്കിൾ, അത് ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ആംഗിൾ ഇൻ റേഡിയൻസ്, നമ്മൾ ഡിഗ്രിയിലാണ് സാധാരണ ആംഗിളൊക്കെ പറയാറില്ലേ, ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് റേഡിയൻസ്. ഒരു സെക്കൻഡിൽ എത്ര റേഡിയൻസ് ആംഗിൾ അത് ടേൺ ചെയ്തു, ദാറ്റ് ഈസ് നോൺ ആസ് ദി ആംഗുലർ വെലോസിറ്റി. ബൈ ഡെഫിനേഷൻ ദ ആംഗിൾ ടേൺഡ് ബൈ ദി ബോഡി ഇൻ 1 second ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി. പറഞ്ഞ കാര്യം തന്നെ. ഇറ്റ്സ് യൂണിറ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് റേഡിയൻസ് പെർ സെക്കൻഡ്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡിൽ എത്ര റേഡിയൻസ് അത് ടേൺ ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ആംഗുലർ വെലോസിറ്റി. യൂഷ്വലി വി ആർ യൂസിങ് എ നൊട്ടേഷൻ ഒമേഗ. Angular velocity is nothing but omega. For more explanation about the angular velocity, suppose a particle moves from A to B following a circular path like this and reaches to here. In turning so or in moving so, an angle of theta is turned. This angle is theta radians. Suppose the initial position ഇതായിരുന്നു, അങ്ങനെ ഈ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്ത് അത് ബിയിലേക്ക് എത്തി. ദാറ്റ് മീൻസ് തീറ്റ റേഡിയൻസ് അത് റൊട്ടേറ്റ് ചെയ്തു യൂസിങ് ടി സെക്കൻഡ് ഓഫ് ടൈം. ഇതിനു വേണ്ടി എടുത്ത സമയം ടി ആണെന്ന് വിചാരിക്കുക. ടി സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ലാസ്റ്റ് ലൈൻ, ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽസ് തീറ്റ ബൈ ടി റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. തീറ്റ ബൈ ടി. തീറ്റ എന്താണ്? ദിസ് ആംഗിൾ ഈസ് ദ തീറ്റ. ടി എന്താണ്? ഇതിനു വേണ്ടി എടുത്ത സമയം, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട് എടുത്ത സമയം, ദാറ്റ് ഈസ് ഇൻ സെക്കൻഡ്സ്. ഈ ആംഗിൾ ഈസ് ഇൻ റേഡിയൻസ്. ഡിഗ്രിയിലൊക്കെ തരും ചിലപ്പോൾ, നമ്മളതിനെ റേഡിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുള്ള മാർഗ്ഗമൊക്കെ നമുക്കറിയാം. 2π റേഡിയൻസ് ഈക്വൽസ് 1 റൊട്ടേഷൻ 360 ഡിഗ്രി. അത് ഓർമ്മ വെച്ചാൽ മതി. അപ്പോൾ അതിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി. ഈ പറഞ്ഞ കാര്യം, ദിസ് റിലേഷൻ ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. 1 rotation means 360 degree. That 360 degree equals 2π radians. 1 rotation means 2π radians. 1 rotation means 360 degree. Both are equal. From which the conversion is easy. Also, in sometimes we are expressing the angular velocity in terms of RPM. What is RPM? Revolutions per minute. RPM means revolutions per minute. Okay, then angular velocity omega equals theta by t. നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞുള്ളൂ അല്ലേ, theta by t. That is also equal to 2πn/60 radians per second. The unit of angular velocity is radians per second. The angular velocity can be find out in 2 methods. Omega is equal to theta by t if theta is given in radians. തീറ്റ റേഡിയൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ
നമുക്ക് അതുപോലെ ടൈം ടീം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് യൂസിങ് ദിസ് ഫോർമുല ആംഗുലർ വെലോസിറ്റി. ദാറ്റ് ക്യാൻ ഓൾസോ ബി ഫൈൻഡ് ഔട്ട് 2πn/60 where n is the RPM. If the RPM is given, ഇത് റേഡിയൻസിൽ അതിൻ്റെ ഇതും ടൈമും തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. RPM കിട്ടിയാൽ മതി. RPM മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2πn/60 എന്നുള്ള ഫോർമുല വെച്ചുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആംഗുലർ വെലോസിറ്റി. ഓക്കെ. Then some relations between linear motion and angular motion. We have studied in detail about the linear motion in the previous semester. നമ്മളിതൊക്കെ വളരെ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലീനിയർ മോഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ലീനിയർ മോഷനിലെ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇസ് ഡിനോട്ടഡ് ബൈ യു അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി യു എന്നാണ് നമ്മൾ കൊടുക്കാറ്. ദെൻ ഫൈനൽ വെലോസിറ്റി ഇസ് ഡിനോട്ടഡ് ബൈ വി. ലീനിയർ മോഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. ആക്സിലറേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ എ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഡിനോട്ടഡ് ബൈ എസ്. ഇതൊക്കെയാണ് ലീനിയർ മോഷന്റെ കാര്യം. എങ്കിൽ ദ കറസ്പോണ്ടിങ് ആംഗുലർ മോഷന്റെ നൊട്ടേഷൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ യു എന്ന് ഉപയോഗിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ω1. അപ്പോൾ യു എന്നതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ω1 ആണ്. ഈ റിലേഷൻ, ഈ ഒരു കണക്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. പുതിയ ഫോർമുലകൾ പഠിക്കേണ്ടി വരില്ല. ദെൻ ഫൈനൽ വെലോസിറ്റി വി ഈക്വൽസ് ω2. ω1 ω2 ഇത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി, ഇത് ഫൈനൽ ആംഗുലർ വെലോസിറ്റി. ഇവിടെ ലീനിയർ മോഷനിൽ നമ്മൾ പറയാറ് ആക്സിലറേഷൻ എ എന്നാണ് കൊടുക്കാറ് അല്ലേ? അതിന് പകരം ഇവിടെ in the case of the angular motion, angular acceleration is alpha. Angular acceleration ആൽഫയാണ്. അതുപോലെ ലീനിയർ വെലോസിറ്റിയിലെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒക്കെ എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പഠിച്ചിട്ടില്ലേ? എസ്. ഈ എസ് ഈസ് ഡിനോട്ടഡ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് അല്ല നോക്കണ, ആംഗിൾ ആണ് നോക്കുന്നത് അല്ലേ? ഹൗ മച്ച് ആംഗിൾ ഈസ് ടേൺഡ്. ഇവിടെ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഈസ് ട്രാവൽഡ് ഹിയർ. Here, how much angle is turned. So, instead of S, we are using theta here. ബാക്കി ഫോർമുലയൊക്കെ സെയിം ആണ്. ഇതിൻ്റെ ഫോർമുലകൾ തന്നെ ഉപയോഗിക്കാം. ഈ നൊട്ടേഷൻസ് മാറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ω1, ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഈസ് ω1, ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഈസ് ω2, ദെൻ ആംഗുലർ ആക്സിലറേഷൻ ഈസ് ആൽഫ, ദെൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് തീറ്റ. ഇതിൻ്റെയൊക്കെ യൂണിറ്റും പറയാൻ നമുക്ക് പറ്റില്ലേ? ω1 എന്താ സാധനം? ഇനീഷ്യൽ വെലോസിറ്റി റേഡിയൻസ് പെർ സെക്കൻഡ്. ω2 ഫൈനൽ വെലോസിറ്റി റേഡിയൻസ് പെർ സെക്കൻഡ്. ദെൻ ആക്സിലറേഷൻ എന്തായിരിക്കും? റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഡിസ്പ്ലേസ്മെന്റ് റേഡിയൻസ്, ദാറ്റ് മച്ച് റേഡിയൻസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മ വയ്ക്കണം. ഇത് ഓർത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഈ ഫോർമുലകളിൽ ഓർത്തിരിക്കേണ്ടി വരില്ല എന്ന്. ക്ലിയർ? അതേപോലെ നമുക്കറിയാം വി ഹാവ് സ്റ്റഡിഡ് വി ഈസ് ഇക്വൽ ടു യു പ്ലസ് എ ടി. കഴിഞ്ഞ സെമ്മിൽ പഠിച്ചാണ്. വി ഈസ് ഇക്വൽ ടു യു പ്ലസ് എ ടി. വി എന്ന് പറഞ്ഞാൽ ω2 അല്ലേ? വി എന്ന് പറഞ്ഞാൽ ω2 കണ്ടില്ലേ? അപ്പോൾ വിക്ക് പകരം ω2 ഇട്ട് കൊടുത്തുകൂടെ? യു എന്താണ്? ω1 അല്ലേ? ഇവിടെ ω1 തൊട്ടു. എ എന്താണ്? ആൽഫ. ടി എൻ. ടിക്ക് മാറ്റില്ല, ടൈമിന് വ്യത്യാസമൊന്നുമില്ല, ആംഗുലർ ആയാലും ലീനിയർ ആയാലും. ദ കറസ്പോണ്ടിങ് ഫോർമുല ക്യാൻ ബി ക്രിയേറ്റഡ് ലൈക്ക് ദിസ്. വി ഈസ് ഇക്വൽ ടു യു പ്ലസ് എ ടി, ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ദി ലീനിയർ മോഷൻ. ഇൻ ആംഗുലർ മോഷൻ ദ കറസ്പോണ്ടിങ് ഫോർമുല ഈസ് ω2 ഈക്വൽസ് ω1 പ്ലസ് ആൽഫ ഇൻറ്റു ടി. അപ്പോൾ ഇതിൽ നിന്നാണ് അത് ഉണ്ടായെന്ന് മനസ്സിലാക്കിയാൽ മതി. വിക്ക് പകരം ω2 ഇട്ട് കൊടുത്തു. വിക്ക് പകരം ω1 ഈസ് യൂസ്ഡ്. Instead of A, we are using the alpha, that is angular acceleration, T is the time. Likewise, the second formula, S is equal to ut plus half at square. Ut plus half at square, this formula is for linear motion. The corresponding angular motion formula is this one. Instead of S, we are using theta. The distance are no, the angle ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് റേഡിയൻസ് കിട്ടും. Then U means initial velocity. ഇവിടെ ω1 ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. ക്ലിയർ? കറസ്പോണ്ടിങ് ടി ഈസ് ഇക്വൽ ടു ടി തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ടി ഈസ് ഇക്വൽ ടു ഹാഫ്. ഇൻസ്റ്റെഡ് ഓഫ് എ വി ആർ യൂസിങ് ആൽഫ. ഹാഫ് ആൽഫ ടി സ്ക്വയർ.
ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ഫോർമുല. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോർമുല പ്രോബ്ലംസ് ചെയ്യേണ്ടി വരും. ഇത് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓർക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. Then v square is equal to u square plus 2as. That is in the linear motion. In our angular motion it is, instead of v we are using omega 2, instead of u we are giving omega 1, instead of a alpha, then s is theta. Then these formulas can be used for solving problems. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു തുടങ്ങാം. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡുകൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, let us take our first problem. A rotor starts from rest. അതായത് നിശ്ചലമായി നിൽക്കുന്ന സാധനത്തിൽ നിന്നാണ് കേട്ടോ. A rotor starts from rest and it acquires an angular speed of 3 revolutions per second. മിനിറ്റ് അല്ല, സെക്കൻഡ്. 3 revolutions per second in 30 seconds. 30 സെക്കൻഡ് കൊണ്ട്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എ റോട്ടർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. നിശ്ചലമായി നിൽക്കുന്ന ഒരു റോട്ടർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് അക്വയേഴ്സ്. അപ്പോൾ 0 വെലോസിറ്റി ആയിരുന്നു അല്ലേ നിൽക്കുന്ന സമയത്ത്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് അർത്ഥം. ഒമേഗ 1 ഈസ് ഈക്വൽ ടു 0 എന്നർത്ഥം. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ്. തിരിയാൻ തുടങ്ങി. ഒരു 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാ? 3 revolutions per second. ഒരു സെക്കൻഡിൽ 3. RPM അല്ല തന്നിരിക്കുന്നത്, RPS ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ? RPS, റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം തിരിയും? ഒരു സെക്കൻഡിൽ 3 പ്രാവശ്യം എന്ന് പറയുന്നു. ഒരു സെക്കൻഡിൽ അതിനാണെങ്കിൽ 2 സെക്കൻഡിൽ അതിൻ്റെ ഇരട്ടിയല്ലേ? അങ്ങനെ ഒരു മിനിറ്റിലോ അതിൻ്റെ 60 ഇരട്ടി. 3 × 60 RPM എന്നർത്ഥം. 3 RPS എന്ന് പറഞ്ഞാൽ 3 × 60 RPM എന്നർത്ഥം. അങ്ങനെ 30 സെക്കൻഡ് എത്തിയപ്പോൾ അത്രയായി അതിൻ്റെ സ്പീഡ്. കാൽക്കുലേറ്റ് ദ ആംഗുലർ ആക്സിലറേഷൻ ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ 30 സെക്കൻഡ്സ്. അതായത് 0 വെലോസിറ്റി ഉണ്ടായിരുന്ന സാധനം ഒമേഗ 2 അഥവാ 3 റെവല്യൂഷൻസ് പെർ സെക്കൻഡിലേക്ക് ആവാനായിട്ട് 30 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കാണാം. അതിനുവേണ്ടി എടുത്ത സമയം 30 അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ഗിവൺ ഡാറ്റ. ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഡാറ്റ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ 1 തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എന്താ കാരണം? റോട്ടർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കണം. നിശ്ചലമായിട്ടിരിക്കുന്ന സാധനമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് വെച്ചാൽ 0 അല്ലേ? അതെ. ദെൻ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ 1 ഈസ് ഈക്വൽ ടു 0. അതെഴുതാം. ഇനി ഫൈനൽ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എത്രയാണ് ഫൈനല്? 3 revolutions per second. 30 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ വെലോസിറ്റി, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഈസ് 3 revolutions per second. 3 revolutions per second ഒമേഗ 2 തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് റേഡിയൻസ് പെർ സെക്കൻഡിലാണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ സാരില്ല, ഇങ്ങനെ കിട്ടിയിരിക്കട്ടെ. ദെൻ ഇതിനായിട്ട് എടുത്ത ഒമേഗ 1 0 നിന്ന് ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എത്രയാണ്? 30 സെക്കൻഡ്. ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ദ പ്രോബ്ലം. 30 സെക്കൻഡ് തന്നിരിക്കുന്നത്. ദീസ് ആർ ദ ഗിവൺ ഡീറ്റെയിൽസ്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഒന്ന്, ഇതിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കാണാൻ പറഞ്ഞത്. ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കണ്ടുപിടിക്കണം. 1 അതല്ലേ ഒന്നാമത് കാണാൻ പറഞ്ഞിരിക്കുന്ന സാധനം. നോക്കൂ, ഫൈൻഡ് കാൽക്കുലേറ്റ് ദി ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കാണണം. ദെൻ ഇനി എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ 30 സെക്കൻഡ്സ്. ടോട്ടൽ നമ്പർ ഓഫ് എത്ര തിരിച്ചിൽ തിരിഞ്ഞു എന്ന് ഈ 30 സെക്കൻഡ് കൊണ്ട്, ഈ പറഞ്ഞ 30 സെക്കൻഡ് കൊണ്ട് എത്ര തിരിച്ചിൽ തിരിഞ്ഞു. 1 റൊട്ടേഷൻ മീൻസ് 2π റേഡിയൻസ് അല്ലേ? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ അതിൻ്റെ എത്ര ആംഗിൾ തിരിഞ്ഞു എന്ന് കണ്ടെത്തിയാൽ മതി. റേഡിയൻസിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൊട്ടേഷനായിട്ട് മാറ്റാമല്ലോ. എത്ര റേഡിയൻസ് അത് തിരിഞ്ഞു എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ റൊട്ടേഷൻസിലേക്ക് മാറ്റണം എന്ന് മാത്രം. അത് മാറ്റാം. നമുക്കറിയാലോ 2π റേഡിയൻസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. 1 റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു 2π റേഡിയൻസ് എന്നറിയാം. അപ്പോൾ അതൊന്നും നോക്കണ്ട, തീറ്റ കണ്ടാൽ മതി. തീറ്റയും ആൽഫയാണ് കാണാൻ പറയുന്നത്. ആൽഫ ആൻഡ് തീറ്റ ഹാസ് ടു ബി
ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഈ ഫൈനൽ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതൊക്കെ എടുക്കുന്നത് RPSലാണ് അല്ലേ. നമുക്കതിനെ RPMലേക്ക് ആദ്യം തന്നെ ഒന്ന് മാറ്റാം. RPMലേക്ക് എങ്ങനെയാ മാറ്റാം? ഫൈനൽ ആംഗുലർ വെലോസിറ്റി 3 RPS, 3 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 റെവല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിലോ? ഒരു മിനിറ്റിൽ 3 × 60. മിനിറ്റിൽ അതിലധികം പ്രാവശ്യം തിരിയില്ലേ? ഒരു സെക്കൻഡിൽ 3 പ്രാവശ്യം തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിൽ അതിൻ്റെ 60 ഇരട്ടി തിരിയില്ലേ? തിരിയും. 3 × 60 = 180 RPM. അപ്പോൾ ω2 നമ്മൾ RPMലേക്ക് മാറ്റി. RPMലേക്ക് വി ഹാവ് സ്റ്റഡീഡ് ω = 2πn/60. നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതേ കണ്ട ഓർക്കുണ്ടാവില്ലേ? ആംഗുലർ ω = 2πn/60 അല്ലേ. അപ്പോൾ അത് നമുക്ക് റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ പോരെ? അത് മതി. നോക്കിക്കോളൂ. ദെൻ ω2 = 180 RPM എന്ന് കിട്ടിയല്ലോ. RPM n = RPM. n ആണിത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ω2 = 2πn/60. 2πn/60 നോക്കിക്കോളൂ. 2π × n. n എത്ര? 180 RPM അല്ലേ. n should be in RPM. RPMലേക്ക് 2 / 60. 2πn/60 = 18.85 റേഡിയൻസ് പെർ സെക്കൻഡ്. അങ്ങനെ അതിൻ്റെ ω2 ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും RPSലാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളതിനെ ആദ്യം RPM ആക്കി മാറ്റി. RPMലേക്ക് കൺവേർട്ട് ചെയ്തു. RPMലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് ആക്കാനായിട്ട് 2πn/60 എന്നുള്ള ഈ റിലേഷൻ ഉപയോഗിച്ചു. അങ്ങനെ ω2 = 2πn/60 ഇത് കിട്ടി. ഓക്കെ, ഇനി നോക്കാം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആൽഫ അല്ലേ. വി നോ ദാറ്റ് v = u + at. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ v = u + at. അതെ, ആ സാധനം കൊണ്ടൊന്ന് കൊടുത്താൽ പോരെ? നോക്കിയോളൂ. വിക്ക് പകരം ω2 കൊടുത്തു ഈക്വൽസ് യുവിന് പകരം ω1 പ്ലസ് എക്ക് പകരം ആൽഫ, ടിക്ക് പകരം TN. ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടായത് ഫൈനൽ വെലോസിറ്റി അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്സിലറേഷൻ മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ, ആൽഫ മാത്രമേ കണ്ടുപിടിക്കേണ്ടുള്ളൂ. ടൈം നമുക്കറിയാം. ω2 = ω1 + ആൽഫ × t. ഇത് ഓർമ്മ വെച്ചാൽ ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന്. ആ കറസ്പോണ്ടിങ് നൊട്ടേഷൻസ് ഓർമ്മയുണ്ടായാൽ മതി. വി എന്ന് പറയുന്നത് ω2, യു എന്ന് പറയുന്നത് ω1, എ എന്ന് പറയുന്നത് ആൽഫ, ടി എന്ന് പറയുന്നത് TN. ഓക്കെ, ω2 നമുക്കറിയാലോ, നേരത്തെ കണ്ടെത്തിയാലേ. ഇത് എവിടെ കിടക്കുന്നു? ω2 18.85. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കേട്ടോ, 18.85. ഓക്കെ, ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതാണ് കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ദെൻ കറസ്പോണ്ടിങ് വാല്യൂ ω2 is given here. ω1 എത്രയായിരുന്നു? ഫ്രം റെസ്റ്റ് അല്ലേ, അപ്പോൾ 0 പ്ലസ് ആൽഫ നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൽഫ തന്നെ എഴുതി. ഇൻറ്റു t is 30 seconds. 30 എന്ന് ഇവിടെ കൊടുക്കും. ക്ലിയർ? ദ ഓൺലി അൺനോൺ ഈസ് ആൽഫ. ഈ ആൽഫ മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. ഇത് ഇവിടെ വേണ്ടത് 0 അല്ല, ഇത് കളഞ്ഞേക്കും. അത്രയും ഭാഗം തന്നെ കളഞ്ഞേക്കും ആൽഫ കാണണമെങ്കിൽ ഇപ്പം എന്താ ചെയ്യേണ്ടത്? 30 അപ്പുറത്തേക്ക് കൊണ്ടേ പോരെ, ഡിവൈഡഡ് വരും അല്ലേ. 18.85 ഡിവൈഡഡ് 30 എന്ന് വരും. ദെൻ ഓൺ കാൽക്കുലേഷൻ യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. ദെൻ ആംഗുലർ ആക്സിലറേഷൻ ആയതുകൊണ്ട് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ആക്സിലറേഷൻ്റെ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. മറ്റേത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ലീനിയറിന് അല്ലേ. ഇത് ആംഗുലർ ആയതുകൊണ്ട് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ 30 സെക്കൻഡ് കൊണ്ട് അത് എത്ര തിരിച്ചിൽ തിരിയുന്നു, എത്ര റൊട്ടേഷൻ. അപ്പം നമുക്ക് എത്ര റേഡിയൻസ് അത് കറങ്ങും നോക്കാം. തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ കാണാനായിട്ട് എസ് കാണാൻ എന്താ ചെയ്യാം നമ്മൾ? തീറ്റ എന്ന് പറഞ്ഞാൽ എസ് ആണല്ലോ. S = ut + ½ at². നേരത്തെ പഠിച്ചിട്ടില്ലേ ലീനിയർ മൂവ്മെന്റിന് S = ut + ½ at². അതേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ ഒരു ഫോർമുല ഉണ്ടാവും, അത് ഉപയോഗിച്ചാൽ മതി. എസ് എന്ന് പറയുന്നത് തീറ്റ അല്ലേ, കൊടുക്കും. തീറ്റ ഈക്വൽ യു എന്താണ്? ω1, അത് ഇവിടെ കൊടുക്കും. ω1 t പ്ലസ് ഹാഫ് തന്നെ. എക്ക് പകരം ആൽഫ. ഇപ്പം നമുക്ക് ആൽഫ അറിയാം, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ആൽഫ × t² നമുക്ക് എല്ലാം എവറിഥിങ് ഈസ് നോൺ. ദെൻ തീറ്റ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്.
തീറ്റ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടേംസും നമുക്കിപ്പോൾ അറിയാം. ω1 0 ആണെന്ന് അറിയാലോ, T 30 ആണെന്ന് അറിയാം, ഹാഫ് ഇൻറ്റു ആൽഫ എത്രയാണെന്ന് നമുക്ക് പറയാം, 0.628 ആണെന്ന് നമുക്കറിയാം, അത് ഇവിടെ കൊടുക്കാം. T 30 ആണ്, ഇവിടെ കൊടുക്കാം. ഓക്കെ, ഓൾ ദി നൊട്ടേഷൻസ് ആർ നോൺ ടു അസ്. ഇത്തെ എല്ലാ കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോന്നിൻ്റെ വാല്യൂ നമുക്കറിയാം, ആ വാല്യൂ കൊടുക്കാം. ω1 0, T 30 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ, ഇതിവിടെ കിട്ടി കിടക്കുന്നു 0.628 is given here. T is 30, that's also given here. On calculation we will get by കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വാല്യൂ കിട്ടും. ഇത് 0 ഉണ്ടോ, ഇത് പോട്ടെ, അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 282.6 റേഡിയൻസ്. ഇത്രയും റേഡിയൻസ് എന്ന് കിട്ടിയത് തീറ്റ. പക്ഷേ നമുക്ക് അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല, റെവല്യൂഷൻസ് ആക്കിയിട്ട് മാറ്റണം. 2π റേഡിയൻസ് എന്ന് പറഞ്ഞാൽ 1 റെവല്യൂഷൻ. പഠിച്ചിട്ടില്ലല്ലേ നമ്മൾ, നേരത്തെ സ്ലൈഡ് ഞാൻ അവിടെ കാണിച്ചു. 2π റേഡിയൻസ് ഇസ് ഈക്വൽ ടു 1 റെവല്യൂഷൻ. അപ്പോൾ ഇത് എത്ര റെവല്യൂഷൻ വരും? ഇതിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, ഇതിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ഇത് വാല്യൂ, ഇത് ആൻസർ ആണെങ്കിൽ പോലും അതിനെ റെവല്യൂഷൻസിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദിസ് മച്ച് റേഡിയൻസ് ഇസ് ഈക്വൽ ടു ദിസ് 282.6 divided by 2π revolutions. This much revolution. This is the final answer. Now the problem is over. Okay, on calculation you will get the answer. Theta is equal to 44.977 revolutions. This 2π കൊണ്ട് ഡിവൈഡ് ചെയ്തത്. Okay, our first problem is over. ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കിയാലാണ് കാര്യം. അപ്പോൾ ജസ്റ്റ് കേട്ടിരുന്നുകൊണ്ട് മാത്രമായില്ല, ഒരു പുസ്തകം എടുത്തിട്ട് നിങ്ങളത് റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും ചെയ്തു നോക്കും. We are going to the next topic. Next heading, relation between linear and angular velocities. Linear velocity and angular velocity തമ്മിലുള്ള റിലേഷൻ വളരെ സിമ്പിളാണ്. Consider a particle moving in a circular path. If its linear velocity is v, then v is equal to r omega. ഈ ഫോർമുല ഓർമ്മ വെച്ചാൽ മതി, ഓർമ്മ അതിനകത്ത്. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കുലർ പാത്തിൽ കൂടെ റൗണ്ടായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു വിചാരിക്കും. അപ്പോൾ അതിന് ലീനിയർ വെലോസിറ്റി ഉണ്ട്, ആംഗുലർ വെലോസിറ്റി ഉണ്ട് അല്ലേ. അതിന് ലീനിയർ വെലോസിറ്റി ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ആംഗിളും ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ലീനിയർ വെലോസിറ്റി v ആണെന്നുണ്ടെങ്കിൽ that v can be calculated using v is equal to r omega. r എന്താണ് അവിടുത്തെ? r is the radius. ആ സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യണേ, ആ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ് ഇൻ മീറ്റേഴ്സ്, മീറ്ററിൽ എടുക്കുക റേഡിയസ്. ഒമേഗ എന്താണ്? അതിൻ്റെ ആംഗിൾ ടേൺഡ് കണക്കാക്കിക്കൊണ്ടുള്ള ആംഗുലർ വെലോസിറ്റി, അത് റേഡിയൻസ് പെർ സെക്കൻഡിൽ എടുക്കാറല്ലേ. റേഡിയൻസ് വെലോസിറ്റി v should be in meters per second. This formula has to be kept in mind. v is equal to r omega. v എന്താണ്? ലീനിയർ വെലോസിറ്റി ഇൻ മീറ്റേഴ്സ് പെർ സെക്കൻഡ്. r എന്താണ്? r is the radius in meters. Radius in meters. Then what is omega? Omega is linear velocity in radians per second. Clear? ഇത് meters per second, ഇത് മീറ്ററിൽ, ഇത് radians per second. ഈ ഫോർമുല ഓർമ്മ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ we can do the next problem. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള നെക്സ്റ്റ് പ്രോബ്ലം കിട്ടും. A particle executes 200 revolutions in a minute along a circle of radius 0.2 meter. Calculate the magnitude of linear and angular velocities. So, careful ആയിട്ട് വായിക്കുക. Then think about what are the given details and what we have to find out. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഒന്ന് വിശദമായിട്ട് ഇവിടെ എഴുതുക. നോക്കാം, ഗിവൺ ഡാറ്റ ഏതൊക്കെയാണ് നോക്കൂ. പാർട്ടിക്കിൾസ് 200 റെവല്യൂഷൻസ് ഇൻ എ മിനിറ്റ്, റെവല്യൂഷൻസ് പെർ മിനിറ്റ് അല്ലേ, RPM ആണ് തന്നിരിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു, അതിൻ്റെ RPM n തന്നിട്ടുണ്ടല്ലേ, 200 RPM തന്നിട്ടുണ്ട്. ആൻഡ് ദ radius of that circle is also given. Radius r equals 0.2 meter. 0.2 meter ആണ് അതിൻ്റെ റേഡിയസ്. These two are given. ഇത് രണ്ടും തന്നിരിക്കുന്നു. Calculate the magnitude of linear and angular velocity. Linear velocity v കാണണം, angular velocity omega കാണണം. ഇതിൽ ഒമേഗയാണ് ആദ്യം കാണാൻ പറ്റുക. ആർക്കും പറയാം, ശരിയല്ലേ?
ഒമേഗയല്ലേ ആദ്യം കാണാനായിട്ട് സാധിക്കുക. ബിക്കോസ് വി ഹാവ് എ റിലേഷൻ ദാറ്റ് ഒമേഗ ഇസ് ഇക്വൽ ടു 2πn/60 അല്ലേ. ഒമേഗ ഇസ് ഇക്വൽ ടു 2πn/60. 2πn, n is RPM തന്നിരിക്കല്ലേ ഇവിടെ തന്നിരിക്കുന്നു. n കാണാം 2πn/60. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒമേഗ കാണാനായിട്ട് പറ്റും. ഒമേഗ കണ്ടു കഴിഞ്ഞാൽ വി കാണാൻ വളരെ എളുപ്പമല്ലേ. വി ഇസ് ഇക്വൽ ടു r ഒമേഗ ഇപ്പം തന്നെ പഠിച്ചിട്ടുള്ളൂ. വി ഇസ് ഇക്വൽ ടു r ഒമേഗ. r തന്നിട്ടുണ്ടല്ലോ ഇവിടെ 0.2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒമേഗ നമ്മളിത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഐഡിയ പറഞ്ഞതാണ്, ഇങ്ങനെയാണ് കാണേണ്ടത്. ആദ്യം നമ്മളതിൻ്റെ ഗിവൺ ഡേറ്റ ലിസ്റ്റ് ഔട്ട് ചെയ്തു, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് we know that omega is equal to 2πn/60. ഒമേഗ ആംഗുലർ വെലോസിറ്റി ആദ്യം കാണണം അല്ലേ. ആംഗുലർ വെലോസിറ്റി ഒമേഗ is equal to 2πn/60. 2πn, n is given in the problem as 200 rpm. അപ്പോൾ ഇതിനെ മാറ്റൊന്നും വേണ്ട, rps അല്ല rpm തന്നെയാണ്. അപ്പോൾ നമ്മളിതിനെ മാറ്റൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട. n is given here 2πn/60. 2πn/60. On calculation you will get the answer 20.94 radians per second. Clear? You will get the answer as the angular velocity. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20.94 radians per second എന്ന് കിട്ടും. ഫസ്റ്റ് ആൻസർ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ. ആംഗുലർ വെലോസിറ്റിയിലെ കാണാൻ പറഞ്ഞാണ് ആദ്യം. ആംഗുലർ വെലോസിറ്റി കാണാൻ പറഞ്ഞത് കണ്ടു. ഇനി ലീനിയർ വെലോസിറ്റി കാണണം. ലീനിയർ വെലോസിറ്റി we know that linear velocity v is equal to r omega. അതിപ്പോൾ തന്നെ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. v is equal to r omega. v equals r omega. r given in the problem as 0.2 തന്നിട്ടുണ്ട് ഇൻറ്റു ഒമേഗ അതെവിടെ കണ്ടുപിടിച്ചില്ല നമ്മൾ 20.94. that can be given here 0.2 into 20.94. then this much meters per second. on calculation you will get 4.189 meters per second. that is the second answer. now this problem is also over. It's a very simple one. we are going to the next heading. അടുത്ത ഹെഡിങ് നോക്കാം. ആംഗുലർ ആക്സിലറേഷൻ. ഇവിടെ പറയുന്ന ഓരോ ഫോർമുലയും വെച്ചുകൊണ്ടൊരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്തങ്ങ് പോകും. സിമ്പിൾ പ്രോബ്ലം. ആംഗുലർ ആക്സിലറേഷൻ. നമുക്ക് ലീനിയർ ആക്സിലറേഷൻ നമുക്കറിയാം അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് ദി ആക്സിലറേഷൻ. അത് ആംഗുലർ ആക്സിലറേഷൻ നമ്മൾ അങ്ങനെ തന്നെയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് നോൺ ആസ് ആംഗുലർ ആക്സിലറേഷൻ. അതിന് വേറൊരു തരത്തിൽ പറയാം, ഇൻക്രീസ് ഓഫ് ആംഗുലർ വെലോസിറ്റി. അത് എല്ലാ കേസിലാണ് കൂടില്ല കേട്ടോ. ഒരു മോട്ടർ റെസ്റ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിങ്ങനെ 0 സ്പീഡിൽ നിന്ന് സ്പീഡ് കൂടി 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 വന്ന് അതിൻ്റെ മാക്സിമം സ്പീഡിലേക്ക് വന്നിട്ട് പിന്നെ ആ സ്പീഡിൽ ഓടാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ആക്സിലറേഷൻ ഉണ്ട്, ആംഗുലർ ആക്സിലറേഷൻ ഉണ്ട് അതിന് അല്ലേ. ഫസ്റ്റിൽ 0 ആയിരുന്നു, പിന്നെ അത് കൂടി 2 RPM ആവും, 3 RPM ആവും, 4 RPM, 5 RPM, അതായത് 2500 RPM ആകുമ്പോൾ അത് കറക്റ്റ് സ്റ്റഡി ആയി. അപ്പം അവിടെ വരെ ആക്സിലറേറ്റ് ചെയ്ത് പോയി. വടക്കോണ്ട് കേട്ടോ, നിർത്തുമ്പോഴും കേട്ടോ. നിർത്തുമ്പോൾ എങ്ങനെയാണ് 2500 ഓടിക്കൊണ്ടിരുന്നായിരുന്നേ. ഓഫ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? വെലോസിറ്റി ഡിക്രീസസ് 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 അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കംസ് റെസ്റ്റ്. അവസാനം 0 വെലോസിറ്റിയിലേക്ക് വരും. ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് ദി റിട്ടാർഡേഷൻ. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാട്ടോ അല്ലേ. കാർ ഷെഡിൽ കാറ് റെസ്റ്റ് ചെയ്യുന്നു, നിശ്ചലാവസ്ഥയിൽ കിടക്കുന്നു. സ്റ്റാർട്ട് ചെയ്തു, മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി ഇൻക്രീസസ്. ലീനിയർ വെലോസിറ്റി അതാണ് അറിയേണ്ടത്. അതുപോലെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആംഗുലർ വെലോസിറ്റി അത് ചേഞ്ച് ആവും. ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. ഓക്കെ. ദെൻ ഇൻക്രീസ് ഓഫ് ആംഗുലർ വെലോസിറ്റി പെർ സെക്കൻഡ് ഈസ് കോൾഡ് ദി ആംഗുലർ ആക്സിലറേഷൻ. Increase of angular velocity per second is called angular acceleration. Okay. Then angular acceleration alpha equals omega 2 minus omega 1 divided by 2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ ഇൻക്രീസ് ആണ് ആക്സിലറേഷൻ അല്ലേ. കുറയാണെങ്കിൽ നമ്മൾ റിട്ടാർഡേഷൻ അല്ല പറയാം. നമുക്ക് ആക്സിലറേഷൻ നമുക്ക് നോക്കാം. ആൽഫ ഈക്വൽസ് ഒമേഗ 2 minus omega 1 divided by t. Then omega 2 means the final velocity. Final velocity അതായത് 0യിൽ നിന്ന് കൂടി 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 5 വെലോസിറ്റിക്ക് എത്തുന്നു. omega 2 final angular velocity in radians per second. omega 1 is the initial angular velocity in radians per second.
then time t, the time consumed is t. Okay, then we can find out the angular acceleration using this formula. Alpha equals omega 2 minus omega 1 divided by t. Clear? ഇങ്ങനെ എല്ലാതെയും കാണാനായിട്ട് പറ്റൂലേ? ഇനിയും കാണാൻ നമ്മൾ 2-3 ഫോർമുല നേരത്തെ പഠിച്ചിട്ടില്ല. അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ കാണാം. ഇത് നോക്കിക്കോളൂ, ഈ ഫോർമുലകൾ വെച്ചുകൊണ്ടും നമുക്ക് ആൽഫയൊക്കെ കാണാം. പക്ഷെ ഡയറക്റ്റ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദി ആംഗുലർ ആക്സിലറേഷൻ ഈസ് ദിസ് വൺ. ഇങ്ങനെ കാണാം, ഫൈനൽ ആംഗുലർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം. ക്ലിയർ? ദാറ്റ് ഈസ് ദ ആംഗുലർ ആക്സിലറേഷൻ. ഓക്കെ, then the relation between linear and angular accelerations, ഈ രണ്ട് ആക്സിലറേഷൻസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ലീനിയർ വെലോസിറ്റി ഈസ് ഇക്വൽ ടു ആർ ഒമേഗ, സോറി യെസ്, വി ഈസ് ഇക്വൽ ടു ആർ ഒമേഗ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. ലീനിയർ വെലോസിറ്റി ഈസ് ഇക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. ലൈക്ക്വൈസ് linear acceleration equals r into angular acceleration. A is equal to r alpha. ഇത് ഓർമ്മയുണ്ടെങ്കിൽ ഇത് കൂടെ ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. v is equal to r omega എന്ന് പറഞ്ഞ പോലെ a is equal to r alpha. Clear? This change, ഈ ഒരു റിലേഷൻ that should be kept in mind. Where a എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? a എന്താണ്? linear acceleration in meter per second square. A is equal to linear acceleration in meter per second square. What is A? What is R? R is the radius in meters. R is radius in meters. What is alpha? Alpha is equal to angular acceleration in radians per second square. Okay, this relation should be kept in mind. ഇനി മൂന്നാമത്തെ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ റിലേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ്. ഈ റിലേഷൻ ഓർമ്മയുണ്ടാവണം, ഈ റിലേഷൻ ഓർമ്മയുണ്ടാവണം. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകും. ആംഗുലർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സർക്കിൾ ചേഞ്ചസ് ഫ്രം 20 to 40 revolutions per second in 10 seconds. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അതിൻ്റെ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റിയാണ് ഈ കാണുന്നത്. ഇനീഷ്യൽ 20 RPS കൺവേർട്ട് ചെയ്യാം. RPSനെ വേണമെങ്കിൽ നമ്മൾ RPM ആക്കും. പിന്നെ RPMനെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഡിയൻസ് പെർ സെക്കൻഡ് ഒക്കെ ആക്കും. ഓക്കെ, അതൊക്കെ നമുക്കറിയാം, അത് ചെയ്യാം. 20, അതിൽ നിന്ന് then increases to 40 revolutions per second. അതിനു വേണ്ടി എടുത്ത സമയമോ 10 seconds. 20 RPSൽ നിന്ന് 40 RPS ആയിട്ട് ഇത് ഇൻക്രീസ് ചെയ്യുന്നു. അതിനായിട്ട് എടുത്ത സമയം 10 seconds. ഇനി റൊട്ടേറ്റ് ചെയ്യല്ലേ, ആ റൊട്ടേഷൻ്റെ റേഡിയസ്, ആ റോട്ടറിൻ്റെ റേഡിയസ് ഈസ് 2 meter. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം. റേഡിയസ് ഈസ് 2 meter. ഫൈൻഡ് ദ ലീനിയർ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ കാണണം, ആംഗുലർ ആക്സിലറേഷൻ കാണണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലിസ്റ്റ് ഔട്ട് ദ ഡാറ്റ വാട്ട് ആർ ഗിവൺ. വന്നിരിക്കുന്ന ഡാറ്റ ആദ്യം തന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഗിവൺ ഡാറ്റ നോക്കിക്കോളൂ. ഇനീഷ്യൽ RPM ഈസ് 20 RPS. ഈ RPS ഒന്നും നമുക്ക് താല്പര്യമുള്ള സാധനമല്ല. ഇതിനെ നമ്മൾ മാറ്റും, റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം RPM ആക്കിയിട്ടൊക്കെ മാറ്റണം. എന്താവട്ടെ, പിന്നീട് ചെയ്യാം. എന്തായാലും തന്നത് എഴുതാം. അപ്പോൾ N1 ഫിസിക്കൽ 20 RPS, N2 ഈക്വൽസ് 40 RPS. ഈ N1 N2 എന്നൊക്കെ പറയുന്നത് ആംഗുലർ വെലോസിറ്റി തന്നെയാണ്. പക്ഷേ അത് N1 ഒമേഗയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് കാരണം ഇത് RPSലും RPMലൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. N2 40 RPS. ദെൻ ഇതിനു വേണ്ടി എടുത്ത സമയം T എത്രയാണ്? 10 seconds. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഹിയർ. ദെൻ റേഡിയസ് R ഈക്വൽസ് 2 meter, 2 meter അല്ലേ. ഇനി വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്? വി ആർ ബൗണ്ട് ടു ഫൈൻഡ് ഔട്ട് A ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? A എത്രയാണെന്ന്, A എന്ന് വെച്ചാൽ എന്താണ്? ലീനിയർ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ലീനിയർ വെലോസിറ്റി, സോറി ലീനിയർ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ എത്രയാണെന്ന്, നോട്ട് വെലോസിറ്റി, ലീനിയർ ആക്സിലറേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ദെൻ ആൽഫ ആംഗുലർ ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കാം, കണ്ടുപിടിക്കാമല്ലോ. അല്ല, ആദ്യം എനിക്ക് തോന്നുന്നത്
ആംഗുലർ ആക്സിലറേഷൻ കാണുന്നതായിരിക്കും നന്നായിരിക്കാം. നോക്കാം. N1 തന്നിട്ടുണ്ട് അല്ലേ, 20 RPS. ഈ RPS എന്ന് പറഞ്ഞാണ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 20 റൊട്ടേഷൻ. ഒരു സെക്കൻഡിൽ 20 റെവല്യൂഷൻ. ഒരു മിനിറ്റിൽ എത്രയാണോ അതിനേക്കാൾ കൂടുതലാവില്ലേ? കൂടുതലാവും. 20 ഒരു സെക്കൻഡിൽ ഇൻറ്റു 60 എത്രയാകുമ്പോഴത്തേക്കും മിനിറ്റിൽ RPM. അപ്പോൾ RPSനെ RPM ആക്കി. 20 × 60 ദിസ് മച്ച് RPM, 1200 RPM, 1200 RPM. N1 കിട്ടി. N2 നോക്കാം. N2 കണ്ടോളൂ. N2 ഇതുപോലെ തന്നെ. N2 40 RPS അല്ലേ? N2 40 RPS അല്ലേ? അതെ, 40 RPS. 40 RPS റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. 40 ഒരു സെക്കൻഡിൽ 40 റെവല്യൂഷൻ. ഒരു മിനിറ്റിലോ 40 × 60 ദിസ് മച്ച് RPM, 2400 RPM. ഇപ്പം N1 N2 RPS എന്നുള്ളത് RPM ആക്കി മാറ്റി. ഓക്കെ. ഇനി അതിൽ നിന്ന് ω1 കാണാനായിട്ട് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ω = 2πn/60. ω = 2πn/60 പഠിച്ചല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ω1 ആകുമ്പോൾ N പകരം N1 ആക്കിയാൽ മതി. ω1 = 2πn1/60 കിട്ടി. ഈക്വൽസ് 2π × N1 means 1200 divided by 60. Use calculator, then you find out the ω1. ω1 = 125.66 radians per second. Answer നമുക്ക് കിട്ടി അല്ലേ? ω1 കിട്ടി. ഇനി ω2 കണ്ടുപിടിക്കുക. N2 കിട്ടിയിട്ടുണ്ട്. This N2 can be given here 2πn/60 അല്ലേ? ω2 ആയതുകൊണ്ട് N2 എന്ന് കൊടുക്കുന്നു ഇവിടെ. 2πn2/60. Clear? Then 2π × N2 means 2400 divided by 60. Then ω2 is equal to, on calculation you will get ω2 equals 251.33 radians per second. Now ω1 is obtained, ω2 is obtained. ഈ ഇതിൽ നിന്ന് ഈ ഇത്രയും ആംഗുലർ വെലോസിറ്റിയിൽ നിന്നും ഇത്രയും വലിയ ആംഗുലർ വെലോസിറ്റിക്ക് എത്താനായിട്ട് ഇറ്റ് ടേക്ക് 10 seconds. ടൈം 10 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ കാണാൻ നമ്മളത് എളുപ്പമല്ലേ? We have studied that angular acceleration alpha equals ω2 minus ω1 divided by t. Everything is known to us now. അപ്പോൾ നമുക്ക് എല്ലാതും അറിയാം. ആൽഫ = ω2 എത്ര നേരത്തെ കിട്ടിയേ? ഇത് എവിടെ കിടക്കുന്നുണ്ട്? ω2 251.33 ഇവിടെ കൊടുക്കും. മൈനസ് ω1 എത്ര കിട്ടിയേ? 125.66 divided by time t എത്ര? 10 seconds. This much radians per second square. Alpha is equal to 12.5 radians per second square. This is the first answer. Okay, angular acceleration is obtained. ഈ ആംഗുലർ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ആക്സിലറേഷൻ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതിൻ്റെ റിലേഷൻ നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ റിലേഷൻ എന്താണ്? ലീനിയർ ആക്സിലറേഷൻ A is equal to R into alpha. നേരത്തെ പഠിച്ചല്ലേ? R into alpha. Linear acceleration is equal to radius into angular acceleration. Angular acceleration നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് കൊടുത്താൽ മതി. ക്ലിയർ? A is equal to R into alpha equals R എന്ന് പറഞ്ഞാൽ 2 meters ആണ്. It is given in the problem directly into then alpha is 12.5. It is given here 12 into 2 equals 25 meter per second square. That is the linear acceleration. The second part is also over. This is the problem. This is the end of part 1 of the physics 2 of the first module. The next part will be continued in the part 2. Okay.